എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3 വയസ്സുള്ള കുട്ടീൻ്റെ അളവിൽ ഷർട്ട് കോളർ ഫ്രോക്ക് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് യോക്ക് ചെയ്യാം. യോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 തുണി മടക്കിയിട്ടിട്ടുണ്ട്. വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്, ലെങ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുട്ടീൻ്റെ കുട്ടീൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. തടിയുള്ള കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം ഷോൾഡർ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ കുഴിച്ചു വരച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ആം ഹോൾ കുഴിച്ചു വരയ്ക്കില്ല, അതുപോലെ കുഴിച്ചു വരച്ചിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ കോളർ ചെയ്യുന്നതുകൊണ്ട് 1/2 ഇഞ്ചാണ് ഇറക്കം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബോക്സാക്കി വരച്ചിട്ട് ഫ്രണ്ടിലെ നെക്ക് റൗണ്ട് ഷേപ്പാക്കി വരച്ചിട്ടുണ്ട്. ബാക്കിലെ നെക്കും നമ്മൾ ഇതേപോലെ ഈ 1/2 ഇഞ്ചിലേക്കൊന്ന് റൗണ്ടായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടീൻ്റെ ചെസ്റ്റ് റൗണ്ട് മൊത്തത്തിൽ അളക്കുക. മൊത്തത്തിൽ അളന്നതിന് ശേഷം അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 6 ഇഞ്ചാണ് കിട്ടുന്നത്. ഞാൻ 6 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴെ 7.5 ആണ് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഈ 2 പോയിൻറ്റും കൂടി കൂട്ടി വരച്ചു. ഞാനിവിടെ സീം അലവൻസ് അടക്കമുള്ള പോയിൻ്റാണ് കേട്ടോ വരച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി എക്സ്ട്രാ വന്നിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. പിന്നെ നമ്മൾ ആം ഹോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 നമ്മൾ കുർത്തിയൊന്നും ചെയ്യുന്നത് പോലെ 2 വരച്ചിട്ടില്ല. കാരണം ഇത് സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറ്റ ആം ഹോളേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ആം ഹോൾ വരച്ച ഭാഗം കട്ട് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുക. ബാക്കിലെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ നെക്കും കൂടി കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ നെക്കും കട്ട് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിലെ പീസ് എടുക്കുക. ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്യുക. കാരണം നമ്മൾ ബാക്കിൽ കോളറായിട്ടുള്ള ചെയ്യുന്നത്, അപ്പോൾ ബാക്കിൽ ഓപ്പണിംഗ് ഇല്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കണം, എന്നാലേ കുട്ടികളുടെ കഴുത്ത് വഴി ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫ്രണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കട്ട് ചെയ്ത പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് വീതിയുള്ളൊരു പീസും 3 ഇഞ്ച് വീതിയുള്ളൊരു പീസും എടുത്തിട്ട് ഇതേപോലെ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത പീസ് ഇതേപോലെ എടുക്കുക. എന്നിട്ട് കറക്റ്റ് ഒരു ചെറിയൊരു മടക്ക് കൊടുക്കുക. മടക്ക് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ മടക്ക് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ 2 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുള്ള പീസും എന്ത് ചെയ്യുക, ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നീട് ഒരു മടക്ക് മടക്കിയിട്ട് കറക്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് 3 ഇഞ്ചിൽ നമ്മൾ എടുത്തിട്ടുള്ള പീസ് എന്ന് പറയുന്നത് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. 2 ഇഞ്ചിൽ നമ്മൾ എടുത്തിട്ടുള്ള പീസ് എന്ന് പറയുന്നത് പുറത്തേക്ക് കാണാത്ത രീതി, അതായത് വിസിബിൾ അല്ലാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഈ വിസിബിൾ അല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗത്താണ് നമ്മൾ ബട്ടൺസ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് മുകളിൽ വരിക. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കാണില്ല കേട്ടോ. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് പിന്നെയും കാണിക്കാത്ത വെച്ചാൽ ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പട്ടുപാവാടയിലൊക്കെ എങ്ങനെയാണ് പട്ടി കൊടുക്കണമെന്ന് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെയും കാണിക്കാത്തത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെക്കാം. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെക്കിരിക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഫ്രണ്ടിലെ പീസിൻ്റെ 2 ഭാഗത്തും ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്യാം. 2 ഭാഗത്ത് ഓരോരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്തതിന് ശേഷം ടാപ്പ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അതായത് ഓവർ വലിച്ചൊന്നും പിടിക്കരുത്, എന്നാൽ ഓവർ ലൂസാക്കിയും പിടിക്കരുത്. ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് മെഷർ ചെയ്തെടുക്കുക. നിങ്ങൾക്കിത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലാതെ എളുപ്പത്തിൽ എങ്ങനെയാണ് കോളർ മെഷർ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത് വലിയ ആളുകളുടെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 12 ഇഞ്ചാണ്. അത് ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും കേട്ടോ. നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇവിടെ 17 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുള്ളൊരു പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് കറക്റ്റ് ഇതേപോലെ മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നേരത്തെ നമുക്ക് കോളർ കിട്ടിയത് 12 ഇഞ്ചാണ്. അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 6.5 മാർക്ക് ചെയ്യുക താഴത്ത്. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് മുകളിലെ പോയിൻറ്റും ഈ താഴത്ത് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടി ഇതുപോലെ വരയ്ക്കുക. വരച്ചതിന് ശേഷം താഴത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റ് സെൻറ്ററിലേക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ കർവാക്കി വരയ്ക്കുക. നല്ല രീതിയിൽ വരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കർവാക്കി വരയ്ക്കുക. വരച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത പോയിൻ്റ്, അതായത് നമ്മൾ
കോളർ നമ്മൾ അളന്നപ്പോൾ നമുക്ക് 12 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ തുണി രണ്ടാക്കി മടക്കിയിട്ടതുകൊണ്ടാണ് അതിൻ്റെ പകുതി എടുത്തത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഭാഗത്തേക്കും കൂടി വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. 2 പീസ് എടുത്തതിന് ശേഷം അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് 3 വശം സ്റ്റിച്ച് ചെയ്യാം. അതായത് ഒരു വശം ഒഴിച്ചിട്ട് ബാക്കി 3 വശം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി എക്സ്ട്രാ ക്ലോത്തൊക്കെ ഇതുപോലെ കട്ട് കൊടുക്കുക. കാരണം മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാതെയാണ് കോളർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവുകൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല രീതിയിൽ കിട്ടില്ല കേട്ടോ കോളർ. ഇത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൽ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണല്ലോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ 2 ഭാഗത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ മുതൽക്ക് അടുത്ത ഭാഗം വരെ ഇതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. അത് നല്ല വശം തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ കോളറിൻ്റെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക സ്റ്റിച്ച് ചെയ്തെടുത്താൽ. അപ്പോൾ 2 ഭാഗവും നമ്മൾ ഇതേപോലെ, അതായത് കോളർ മൊത്തമായിട്ട് നെക്ക് റൗണ്ട് മൊത്തമായിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത്യാവശ്യം ലെങ്ത്ത് ഉള്ളൊരു പീസ് ഇതേപോലെ ക്ലോത്ത് എടുക്കുക. 3 ഇഞ്ച് ആയിരിക്കണം അതിൻ്റെ വിഡ്ത്ത്. ലെങ്ത്ത് അത്യാവശ്യം എടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം അതിനെ ഇതേപോലെ 2 ആക്കിയിട്ട് മടക്കുക. അതായത് നല്ല വശം തന്നെയാണ് ചെയ്യുന്നത്. നല്ല വശം 2 ആക്കി മടക്കിയതിന് ശേഷം നിങ്ങളിപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നോക്കുക കേട്ടോ നമ്മൾ എന്താ ചെയ്യണേന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കോളറുള്ള പീസ് എടുക്കുക. പീസ് എടുത്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഈ കോളറുള്ള പീസിൻ്റെ നല്ല വശമാണ്. അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ വെച്ചിട്ടുള്ള പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ മടക്കി കൊടുക്കുക ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോളർ സ്റ്റിച്ച് ചെയ്ത ഭാഗം മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുക. മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനം എത്തുമ്പോൾ, അതായത് ആ ഓപ്പോസിറ്റ് സൈഡിലെത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. അതായത് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ആ 1/2 ഇഞ്ച് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 1/2 ഇഞ്ച് ഇതേപോലെ ഉള്ളോട്ടേക്ക് വെച്ച് കൊടുക്കുക. ഉള്ളോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ലോക്ക് ചെയ്ത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇത് മറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഭാഗം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു പീസ് ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യാം. ഹെമ്മിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നീറ്റ് ഉണ്ടാവുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായാലും കുറച്ച് ചുളിവുകളും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പുറമേക്ക് അത് എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഹെമ്മിങ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഹെമ്മിങ് ചെയ്തെടുത്തിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളിൽ വരുന്നത്. പിന്നെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതേപോലെ ഞാൻ ക്രോസ് പീസ് എടുത്തിട്ട് സ്ലീവ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതായത് ക്രോസ് പീസ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തിട്ട് മടക്കി അടിക്കുക. അത് പിന്നെയും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം ഞാനിനി ഇവിടെ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. എടുത്തതിന് ശേഷം ഇതുപോലെ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പ്രിൽസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ പ്രിൽസ് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക, ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക. ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അത് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രിൽസ് വരും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതേപോലെ നല്ല വശം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്കേർട്ട് പീസും ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ട് കൊടുക്കാം. ഒരു ഉടുപ്പാകുമ്പോൾ നമുക്ക് കെട്ട് കൊടുക്കണമല്ലോ. കെട്ട് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ 3 ഇഞ്ച് വിടുത്തുള്ളൊരു പീസും 26 ഇഞ്ച് ലെങ്ത്തുള്ളൊരു പീസും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് കെട്ടിന് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഓവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഓവർ എടുക്കണ്ട. എന്നിട്ട് അതിന് കറക്റ്റ് ഇതേപോലെ 2 ആക്കി മടക്കിയിടുക. 2 ആക്കി മടക്കിയിട്ടതിന് ശേഷം ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ആംഗിളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട്, പെന്നോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, അതൊന്ന് മറിച്ചെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ കത്രിക ഒന്നും വെച്ചിട്ട് കുത്തി കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ എന്തായി പോകുമെന്ന് വെച്ചാൽ ഓട്ടയായി പോകും. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ യോക്ക് സ്റ്റിച്ച് ചെയ്ത മൊത്തമായിട്ട് നമ്മുടെ ഫ്രോക്ക് മറിച്ചിടുക. അതായത് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം നേരത്തെ നമ്മൾ യോക്കും സ്കേർട്ടും കൂടി അറ്റാച്ച് ചെയ്തൊരു പോർഷനില്ലേ, ആ ഭാഗത്ത് ഇതേപോലെ നമ്മൾ ആ കെട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് പിൻ കുത്തി കൊടുക്കുക കേട്ടോ. പിൻ കുത്തി കൊടുക്കുക. അതുപോലെ 2 സൈഡിലും ചെയ്യുക. 2 സൈഡിലും ചെയ്തിട്ട് നമ്മൾ വിട്ടിട്ടുള്ള സീം അലവൻസ് പ്രകാരം സൈഡ് അടിക്കുക.
ഒപ്പം താഴ്വശം ഇതേപോലെ 2 ഭാഗമായിട്ട് മടക്കി തയ്ക്കുക. ആദ്യൊരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് സ്കേർട്ടിൻ്റെ താഴ്വശവും മടക്കി തയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ 2 ബട്ടൺസും കൂടി ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.